ബദരീങ്ങളെ സഹായിക്കാൻ മലായികത്ത് വന്നിറങ്ങിയ മലയുടെ പിൻഭാഗമാണ് ഈ കാണുന്നത്. വെള്ള മണൽത്തരികളാൽ സമൃദ്ധമാണ് ഈ മല. ചുറ്റിലും വലിയ പാറമലകളുള്ളിടത്ത് ഈ വെള്ള മണൽത്തരികളുള്ള മല വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യുന്നു. ഇതിന് സമീപത്ത് തന്നെ ബദർ യുദ്ധവേളയിൽ റസൂലുള്ളാഹിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വഹാബത്ത് പന്തല് കെട്ടിയ സ്ഥലവും ആ സ്ഥലത്തെ പള്ളിയും കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ അരീഷ്. ബദർ യുദ്ധത്തിന്റെ സാഹചര്യവും ചരിത്രവും അറിയാവുന്ന ഒരാൾക്ക് കണ്ണീരോടെയും ആത്മാഭിമാനത്തോടെയും അല്ലാതെ ബദറിൽ നിന്നും തിരിച്ചു വരാൻ കഴിയില്ല. ഇതാണ് ബദർ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനവും നിർണായകവുമായ ബദർ യുദ്ധം നടന്ന ഭൂമിയാണിത്. ഉദയസൂര്യൻ ഉദിച്ചുയരുന്ന ആ മലമുകളിലാണ് ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി 3000-ഓളം മലായികത്തുകൾ വന്നിറങ്ങിയത്. ആ ഉദയാർക്ക ശോഭ വന്ന് പതിക്കുന്നിടത്താണ് ഒരിക്കലും അസ്തമിക്കാത്ത ബദർ ശുഹദാക്കളുടെ മഖ്ബറയുള്ളത്. ഇരുവശങ്ങളിലായി വളരെ വിശാലമാണ് ബദർ യുദ്ധഭൂമി. വലതുവശത്ത് ബദർ ശുഹദാക്കളുടെ മഖ്ബറയുള്ള സ്ഥലവും ഇടതുവശത്ത് ശത്രുപക്ഷത്തെ പലരും ജീവനറ്റ് വീഴുമെന്ന് കൈവിരൽ ചൂണ്ടി റസൂലുള്ളാഹി പ്രവചിച്ച സ്ഥലവും നമുക്ക് കാണാം. حسنت جميع خصاله صلوا